ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അദ്ദറസു സാബി അഷ്റ ഉലൂമുദ്ദീനിലെ 17ാമത്തെ പാഠം മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന പാഠമാണ്. നമുക്ക് പാഠം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത് ഇഖ്ലാസ് ഉള്ളവനാവുക. ഏതൊരു കർമ്മ സ്വീകാര്യമാവാനെങ്കിലും നിയ്യത്ത് വേണം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? ആദ്യം വിചാരണയ്ക്ക് വിധേയനാകുന്ന ആൾ പറയും, റബ്ബേ, ഞാൻ നിന്റെ പ്രീതിക്കു വേണ്ടി യുദ്ധം ചെയ്തു, രക്തസാക്ഷിയായി. അപ്പോൾ അല്ലാഹു തആല പറയും, കളവാണ് നീ പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത് ആളുകൾ നിന്നെക്കുറിച്ച് ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ്. അവർ അങ്ങനെ പറയുകയും ചെയ്തു. അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തആല കൽപ്പിക്കുകയും മലക്കുകൾ അയാളെ നരകത്തിലേക്ക് എറിയും. അപ്പം അത് അന്ത്യനാളിൽ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നവരെ അല്ലാഹു തആല വിചാരണ ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ്. അപ്പം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടായിരുന്നു യുദ്ധം ചെയ്തതെങ്കിൽ അദ്ദേഹത്തെ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു? ആളുകൾ ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അത് മനസ്സിലാക്കാം. തുടർന്ന് അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ചോദിക്കും, നീ പഠിച്ചതനുസരിച്ച് എന്താണ് ചെയ്തത്? അയാൾ പറയും, ഞാൻ നിന്റെ പ്രീതിക്കു വേണ്ടി അറിവ് പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. അല്ലാഹു തആല പറയും, നീ പറഞ്ഞത് കളവാണ്. നീ പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ജനങ്ങൾ പറയാനാണ് നീ ഇതെല്ലാം ചെയ്തത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു തആല കൽപ്പിക്കും. അപ്പോൾ നന്നായി അറിവ് പഠിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും അതൊക്കെ പഠിപ്പിക്കുകയും ചെയ്ത ആളോട് അല്ലാഹു തആല എന്താ പറയുക? നീ പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണെന്നും ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നീ അതൊക്കെ ചെയ്തത്. അവിടെ അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് അതായിരുന്നു. ആളുകൾ നല്ലൊരു പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രവർത്തനമായിരുന്നു. അപ്പോൾ അവിടെ നിയ്യത്ത് ശരിയല്ല. അതുകൊണ്ട് അയാളുടെ ആ കർമ്മം അല്ലാഹു തആല സ്വീകരിച്ചില്ല. അദ്ദേഹത്തെയും നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചു. 3ാമതൊരാളെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയാണ് അയാൾ. അല്ലാഹു തആല ചോദിക്കും, നിനക്ക് നൽകിയ ധനം നീ എന്തു ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അല്ലാഹു തആല പറയും, കളവാണ്. നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. അതായത് തൻ്റെ സമ്പത്ത് ധർമ്മം ചെയ്തു. അതെന്തിനാണ്? ആളുകൾ ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടി, ആളുകൾ കാണാൻ വേണ്ടിയൊക്കെയാണ് അദ്ദേഹം ധർമ്മം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധർമ്മം അല്ലാഹു തആല സ്വീകരിച്ചില്ല. അത് കാരണം അല്ലാഹു തആല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്യുന്നു എന്ന നിയ്യത്ത് വേണം. മനസ്സിലാക്കുക. ഈ 3 വ്യക്തികളുടെയും ഇബാദത്തിന് എന്താണ് സംഭവിച്ചത്? അവരുടെ ഇബാദത്തിൽ ഇഖ്ലാസ് ഇല്ലായിരുന്നു. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീരി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ്? അഹ്ലിസ് വദാഅൻ ലാ തുരീദ ബിത്ത്വാത്ത് ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽകിലാ. നീ ഇഖ്ലാസ് ഉള്ളവനാവുക. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. ഇബാദത്തുകൾ സമ്പൂർണ്ണമാവണമെങ്കിൽ എന്ത് വേണം? ഇഖ്ലാസ് ഉണ്ടാവണം. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. മനസ്സിലാക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി. ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. നിയ്യത്ത് വേണം. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ എന്ത് വേണം? നിയ്യത്ത് വേണം. മനസ്സിലാക്കുക.
നക്ര വനഫമു ഭാഗം നോക്കുക, വേർഡ്സുകളൊക്കെ നോക്കുക. നമുക്ക് ദഫ്തർ തോലബ് നോക്കി തദ്രിബാത്ത് നോക്കാം. ആദ്യം വരുന്ന നുബയ്യൻ സിയാക്കാണ്. നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി നീ ധനം ചെലവഴിച്ചത്. എന്താണ് സന്ദർഭം എഴുതണം. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിയതാ. അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു. അപ്പം അന്ത്യനാളിൽ അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയായിരുന്നു അയാൾ. അല്ലാഹു തആല ചോദിക്കും, നിനക്ക് നൽകിയ ധനം നീ എന്തു ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിനക്ക് പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അല്ലാഹു തആല പറയും, കളവാണ് നീ പറഞ്ഞത്, ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. അപ്പോൾ ഇത് ഫസ്റ്റ് ഭാഗം അവിടെ മനസ്സിലാക്കി എഴുതുക. ബാക്കി ഇതും പൂർത്തിയാക്കി അവിടെ കംപ്ലീറ്റ് ആക്കുക. അടുത്ത എന്താണ് ഇവിടെ വരുന്നത്? നുത്തർജിമുൽ അറബി. അറബി ഏതാണ്? കർമ്മം എന്നതിൻ്റെ അറബി എന്താണ്? കർമ്മം എന്ന് പറഞ്ഞാൽ അമൽ. അമൽ എന്ന് എഴുതാം. ഉദ്ദേശം. ഉദ്ദേശം എന്താണ്? ഇറാദത്ത്. ഉദ്ദേശം ഇറാദത്ത്. ഉദ്ദേശം ഇറാദത്ത്. രക്തസാക്ഷി. രക്തസാക്ഷി എന്നത് ഷഹീദ്. ഷഹീദ്. പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആലിമ്. ആലിമ്. പണക്കാരൻ. അനീയ്. പണക്കാരൻ എന്നത് അനീയ്. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. അടുത്തതിനെന്താ? നുത്തർജിമു ഇലാ ലോകത്തിന. ഇവിടെ അറബി തന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എഴുതണം. എന്താണ്? ഷുജാ. ഷുജാ എന്ന് പറഞ്ഞാൽ ധീരൻ. ധീരൻ. തഖറബ എന്താണ്? സാമീപ്യം. സാമീപ്യം. ത്വാ. ത്വാ ആരാധ്യൻ. ത്വാ എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. തഅല്ലമ. തഅല്ലമ പഠിപ്പിച്ചു. തഅല്ലമ പഠിപ്പിച്ചു. ഖറഅ. ഖറഅ പാരായണം ചെയ്തു. ഖറഅ പാരായണം ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുക. അടുത്തത് എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഞാൻ നിനക്ക് വേണ്ടി ഡാഷ് രക്തസാക്ഷി പറയും. എന്താണ്? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് രക്തസാക്ഷി പറയും. അപ്പോൾ ഇവിടെ യുദ്ധം ചെയ്തു എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി തെറ്റില്ലാതെ എഴുതുക, യുദ്ധം ചെയ്തു. അടുത്തത് അള്ളാഹുവിൻ്റെ ഡാഷ് മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യലാണ് ഇഖ്ലാസ്. എന്താണ്? അള്ളാഹുവിൻ്റെ എന്താണ് ആഗ്രഹിക്കേണ്ടത്? തൃപ്തി. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ചാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അതിനാണ് ഇഖ്ലാസ്. തൃപ്തി എന്ന് അവിടെയൊക്കെ എഴുതുക. അടുത്തത് ഇഖ്ലാസ് ഇല്ലാതെ ഡാഷ് സമ്പൂർണ്ണമാവുകയില്ല. എന്താണ്? ഇഖ്ലാസ് ഇല്ലാതെ ഇബാദത്തുകൾ. ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയില്ല. അപ്പോൾ ഇബാദത്തുകൾ എന്ന് അവിടെയൊക്കെ എഴുതുക. അടുത്തത് ഏതൊരു കർമ്മങ്ങളും സ്വീകാര്യമാവുന്നത് ഡാഷ് പരിഗണിച്ചാണ്. എന്താണ്? നിയ്യത്ത്. ഇവിടെ ഉണ്ട്, നിയ്യത്ത് പരിഗണിച്ചാണ്. അപ്പോൾ അവിടേക്ക് എഴുതുക നിയ്യത്ത് എന്ന്. അടുത്ത നൊയ്ദ് ഫിക്ർ ഗണ്ണിക എഴുതണം. എന്താണ്? അന്ത്യനാളിൽ വിചാരണക്ക് വിധേയരാകുന്ന 3 പേരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇവിടെ 3 പേരെയും കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താണ്? അപ്പോൾ ആദ്യത്തെ ആളിത് പറയുന്നുണ്ട്, ഇയാൾ ജനങ്ങൾ ധീരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ അത് അല്ലാഹു തആല സ്വീകരിച്ചില്ല. അല്ല, അയാളെ നരകത്തിൽ എറിയും. രണ്ടാമത് ഒരാളെ വിചാരണയ്ക്ക് കൊണ്ടുവരും. അദ്ദേഹം അറിവ് പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. ഇതൊക്കെ എന്തിനായിരുന്നു? പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ജനങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു. അതിനാൽ അദ്ദേഹത്തെയും നരകത്തിലേക്ക് വലിച്ചെറിയും. മൂന്നാമത്തെ ആളെ വിചാരണയ്ക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്തിനാണ് ചിലവഴിച്ചത്? ധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ പറയാനായിരുന്നു. ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു ചിലവഴിച്ചത്. അതുകൊണ്ട് അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നമുക്കവിടെ ഒരു ഗണ്ണികയാക്കിയിട്ട് ചുരുക്കി എഴുതി കൊടുക്കാം. അടുത്തത് തഹ്സീസാണെന്ന്. അഹ്ലിസ് വദാ അൻ ലാ തുരീദ ബിതാഅത്തിൻ
ഇല്ലാ തഖർറുബ മിൻ ഇലാഹിക ദിൽകിലാ. ആ ബൈത്ത് എന്ന വാക്യം വികസിപ്പിച്ചെഴുതാനാണ്. എന്താണ് അതിൽ പറയുന്നത്? അപ്പം അതിനെ ഇവിടെ ഈ അവസാനത്തിൽ വന്ന ഈ പാരഗ്രാഫ് എഴുതാം. അതിൻ്റെ കൂടെ ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്ന നിയ്യത്ത് പരിഗണിച്ചാണ് അള്ളാഹു താലയുടെ തൃപ്തി ആഗ്രഹിച്ച് മാത്രമേ ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. അതൊക്കെ ചേർത്ത് അവിടെ പാരഗ്രാഫ് പൂർത്തിയാക്കുക. അടുത്ത എന്താ വരുന്നത്? ഹിദായത്തുൽ അദ്കിയ എന്ന കൃതിയുടെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്ര കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അപ്പോൾ അത് മഹാൻ്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ക്രോമിലൊക്കെ ഒന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം മുഴുവനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അത് കിട്ടും അതിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് പോയിന്റുകൾ നോക്കിയിട്ട് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് നിങ്ങൾ എഴുതുക, കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇത്രയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇത്രയാണ് 17ാമത്തെ പാഠമായ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന പാഠപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.